ഇടുക്കി മൂന്നാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടി. മേട്ടുപ്പാളയം ഓട്ടൻതുറൈ സ്വദേശി ഗോപൻ എന്ന പി സെൽവകുമാറാണ് പിടിയിലായത്. ഇയാൾ 50-ലധികം കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ്. ഇക്കഴിഞ്ഞ മാർച്ച് 14 രാത്രിയിലാണ് മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണശ്രമം നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നല്ലതണ്ണി കല്ലാർ ഫാക്ടറി ഡിവിഷനിൽ എം മാടസ്വാമിയെ പ്രതി ഇരുമ്പുകമ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു സെൽവകുമാർ മോഷണത്തിന് ശ്രമം നടത്തിയത്. മേട്ടുപ്പാളയം പോലീസിന്റെ സഹായത്തോടെയാണ് മൂന്നാർ പോലീസ് 52-കാരനായ പ്രതിയെ പിടികൂടിയത്. ഇയാൾ 50-ലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് 60ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള സ്ഥിരം മോഷണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു വരുന്ന ആളാണ് സെൽവകുമാർ. അവിടുത്തെ വിവിധ ജില്ലകളിലായിട്ട് കേസുണ്ട്. കന്യാകുമാരി, ദിണ്ടുകൽ, ചെങ്കൽപ്പട്ട്, തേനി, മധുര, സത്യമംഗലം മുതലായ വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് സെൽവകുമാർ. ക്ഷേത്രത്തിൽ മോഷണത്തിന് ശ്രമിച്ച അന്ന് തന്നെ ഇയാൾ കോളനിയിലെ ചില വീടുകളിലും അമ്പലത്തിന് സമീപത്തുള്ള വീടുകളിലും മോഷണം നടത്തിയിരുന്നു. മൂന്നാർ CI രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം SI അജേഷ് കെ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജനം, ഇടുക്കി.